അമ്മേ ഇന്നെന്താ നമുക്ക് മീനെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴേ അമ്മ നല്ല അടിപൊളി ചെമ്മീൻ ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കിക്കോന്ന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇന്നാളെ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം എന്തുണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു രാത്രിയിലേക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആക്കാമെന്ന്. കാരണം ഉച്ചക്കത്തേക്ക് ഞങ്ങൾ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ അമ്മ വേഗം തന്നെ എനിക്ക് വൃത്തിയാക്കി തന്നു കേട്ടോ. കുറച്ച് ചെറിയ ചെറിയ ടൈപ്പും വലിയ ടൈപ്പ് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ചെമ്മീൻ അങ്ങോട്ട് ഇട്ടു. കാരണം നമ്മുടെ ചെമ്മീൻ ഒരുപാട് വെള്ളം പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിപ്പോട്ടെ. അങ്ങനെ വെന്ത് ചെമ്മീനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് വറ്റാൻ വേണ്ടി കാത്തിരിക്കാം ഗൈസ്. അപ്പോഴേക്ക് ഞാൻ ഇതാ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നറിയാം ഗൈസ്, ചില്ലി ചിക്കൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചില്ലി പ്രോൺസ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എപ്പോഴും സക്സസ് ആവാറുണ്ട്. ഈ പ്രാവശ്യം സക്സസ് ആയി. എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല സോസൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ പോലത്തെ ഒരു ചെമ്മീൻ ചില്ലി കേട്ടോ. അപ്പോൾ അതാ ഞാനിതെല്ലാം കൂടെ ഇട്ട് വാട്ടി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. ചെമ്മീൻ ഓൾറെഡി കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയൊന്നും ഒരുപാട് വേവണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചിട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ചാണ് ഇട്ടത്. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട്, ഇതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചില്ലി പ്രോൺസ് ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ. ഈ റെസിപ്പി കണ്ട സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ ചില്ലി പ്രോൺസ് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് അധികം ആയിക്കോട്ടെ. നല്ല മധുരമുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. എൻ്റെ മെയിൻ താരമായ കോൺഫ്ലവർ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഈ ചില്ലി ചിക്കനിലൊക്കെ എപ്പോഴും കാണാൻ നല്ല കൊഴുപ്പ് പോലെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഉപയോഗിക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ സാധാ പോലെ ഒന്ന് കലക്കി എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ട്രക്ചർ കിട്ടും ഗൈസ്. നമ്മൾ ആ കുഴഞ്ഞ് കിടക്കില്ല അതുപോലെ കിട്ടും. അല്ലാണ്ട് നമ്മൾ ചെയ്താൽ ഞാൻ ഈ കുഴക്കുഴപ്പ് ഉണ്ടാവില്ല, സോസ് ഒഴിച്ചാലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ നമ്മുടെ ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം ഗൈസ്. അപ്പോൾ ഇനി ഒട്ടും വൈകേണ്ട എല്ലാവരും ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിൻ്റെ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൈറ്റ് ഫുഡായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഗൈസ്.